ഹായ് കൂട്ടുകാരെ, നമ്മൾ വീണ്ടും ഒരാഴ്ച കൂടെ സൺഡേ സ്കൂൾ പഠനത്തിന് വേണ്ടി കടന്നു വന്നിരിക്കുകയാണ്. നമുക്കിങ്ങനെ ഒരു അവസരം നൽകിയ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. കഴിഞ്ഞ ഒരാഴ്ചക്കാലം ദൈവം നമ്മൾ എവിടെവിടങ്ങളിലായി കാത്തു സൂക്ഷിച്ചു. ഒരു ആപത്തും വരാതെ നമ്മളെ കൂട്ടി വരുത്തിയല്ലോ. നിങ്ങളെല്ലാവരും കഴിഞ്ഞ ആഴ്ചകളിൽ പഠിച്ച കാര്യങ്ങൾ ഓർക്കുന്നുണ്ടോ? കഴിഞ്ഞൊരാഴ്ച മുടങ്ങാതെ ബൈബിൾ വായിച്ച എത്ര കൂട്ടുകാരുണ്ട്? ചിലരൊക്കെ ബൈബിൾ വായിച്ചിട്ടില്ലല്ലേ? ചില ആൾക്കാരൊക്കെ പമ്മുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ ആഴ്ച മുതൽ, അതായത് ഇന്ന് മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ മുടങ്ങാതെ 2 കാര്യങ്ങൾ ഉണ്ടാവണം: ബൈബിൾ വായനയും പ്രാർത്ഥനയും. എനിക്കറിയാം ചില കൂട്ടുകാരൊക്കെ വളരെ കൃത്യമായി ദീർഘനാളുകൾ കൊണ്ടത് ചെയ്യുന്നുണ്ട്. ഇനിയും മുടങ്ങരുത്. മുടങ്ങിപ്പോയ കൂട്ടുകാർ വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്നുകൂടെ അതിനെ റീസ്റ്റാർട്ട് ചെയ്യുക. അപ്പം നമ്മുടെ പ്രാർത്ഥനയും ബൈബിൾ വായനയും ഒന്നും മുടങ്ങരുത് കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ എന്തിനെക്കുറിച്ചാണ് കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ പഠിച്ചു വന്നുകൊണ്ടിരുന്നത്? അതാണ് എന്താണ്? പുതിയ നിയമം, ന്യൂ ടെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത് അല്ലേ? എത്ര പുസ്തകങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു? ആദ്യത്തെ 2 സുവിശേഷങ്ങളെക്കുറിച്ച്. വെരി ഗുഡ്. അപ്പോൾ നമ്മൾ ഇന്ന് അടുത്ത 2 പുസ്തകങ്ങളെക്കുറിച്ച് പരിചയപ്പെടാൻ പോവുകയാണ്. നമുക്കതിൻ്റെ പേരറിയാമല്ലേ? എന്നാൽ അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ കൂടെ വിശദമായി നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? ഓക്കെ, കഴിഞ്ഞ ആഴ്ച പഠിച്ച ബാക്കി നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടോ? ഉണ്ടോ? വെരി ഗുഡ്. അപ്പോൾ ഈ ആഴ്ചയും നമുക്ക് ഒരുമിച്ച് നമ്മുടെ സൺഡേ സ്കൂളിലേക്ക് നമുക്ക് കടന്നു വരാം. അപ്പോൾ പറയുന്ന കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ ആഴ്ചകളിൽ ഓർപ്പിച്ചതുപോലെ എല്ലാം നോട്ട് ചെയ്ത് വെക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യണം കേട്ടോ. വെരി ഗുഡ്. അപ്പോൾ ബൈബിളിലെ പുതിയ നിയമത്തിലെ 3-ാമത്തെ പുസ്തകം, അല്ലെങ്കിൽ 3-ാമത്തെ സുവിശേഷം എന്ന് നമുക്ക് പറയാം അല്ലേ? സുവിശേഷങ്ങളിൽ 3-ാമത്തത് ഏതാണ്? ലൂക്കോസ്. അപ്പോൾ ഈ ലൂക്കോസ് എന്ന സുവിശേഷം പുതിയ നിയമത്തിലെ 3-ാമത്തെ പുസ്തകമായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആരാണ് ഈ പുസ്തകം എഴുതിയത്? അതെ, അതിൻ്റെ ടൈറ്റിൽ പോലെ തന്നെയാണ്. ലൂക്ക് അല്ലെങ്കിൽ ലൂക്കോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. ആരായിരുന്നു ഈ ലൂക്കോസ്? എന്തെങ്കിലും ധാരണ ഉണ്ടോ? ലൂക്കോസ് യേശുവിൻ്റെ ശിഷ്യനൊന്നും അല്ലായിരുന്നു. പക്ഷെ എങ്ങനെയാ ഈ യേശുവിനെ കുറിച്ചുള്ള വിവരണങ്ങളൊക്കെ കിട്ടാനിടയായത്? അതെ, ലൂക്കോസ് അപ്പോസ്തലനായ പൗലോസിൻ്റെ ഒരു സന്തത സഹചാരിയായിരുന്നു. തന്നോടൊപ്പം യാത്ര ചെയ്യുന്ന, തൻ്റെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തികളിൽ ഒരാളായിരുന്നു ലൂക്കോസ്. ലൂക്കോസിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അദ്ദേഹം ഒരു ഫിസീഷ്യനായിരുന്നു. ഫിസീഷ്യൻ എന്ന് പറഞ്ഞാൽ വൈദ്യരായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് അങ്ങനെ മനസ്സിലാക്കാൻ കഴിയുന്നതെന്ന് അറിയാമോ? ലൂക്കോസ് സുവിശേഷത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പല പദങ്ങളും മെഡിക്കൽ ടേംസ് ആയിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പ്രത്യേകിച്ച് പണ്ഡിതന്മാരൊക്കെ ലൂക്കോസ് എന്ന് പറയുന്ന വ്യക്തി ഒരു ഫിസീഷ്യനായിരുന്നു എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ഏകദേശം AD 70-നും 85-നും ഇടയിലാണ് ഈ പുസ്തകം രചിക്കപ്പെട്ടത് അല്ലെങ്കിൽ എഴുതപ്പെട്ടതെന്നാണ് കണക്കാക്കപ്പെടുന്നത്. AD 70-നും 85-നും ഇടയിലായിട്ടാണ് ഈ പുസ്തകം രേഖപ്പെടുത്തിയിരിക്കുന്നത്, ചിട്ടപ്പെടുത്തിയിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എത്ര അധ്യായങ്ങളാണ് ഈ പുസ്തകത്തിലുള്ളത്? ബൈബിൾ മറിക്കാതെ നിങ്ങൾക്കൊന്ന് പറയാൻ കഴിയുമോ? ചിലരൊക്കെ നോക്കുന്നുണ്ട്. വെരി ഗുഡ്. നോക്കാനെങ്കിലുള്ള ശ്രമം നടത്തുന്നുണ്ടല്ലോ. 24 അധ്യായങ്ങളും 1151 വാക്യങ്ങളുമാണ് ഈ പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. വളരെ അനുഗ്രഹീതമായ ഒരു സുവിശേഷമാണ്. എന്നാന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ ജീവചരിത്രത്തിൻ്റെ കൂടുതൽ വ്യക്തത വരുത്തിയിരിക്കുന്ന ഒരു പുസ്തകമാണ് ലൂക്കോസിൻ്റെ സുവിശേഷം. യേശുവിൻ്റെ ജീവചരിത്രം എന്നത് പല വ്യക്തികളും പല ഭാഷയിലേക്കും അതിൻ്റെ ഡോക്യുമെൻ്ററിയും അതിൻ്റെ ഷോർട്ട് ഫിലിംസും ഒക്കെ ചെയ്യുമ്പോൾ അതിനു വേണ്ടിയുള്ള മേജർ കണ്ടന്റ് അല്ലെങ്കിൽ മേജറായിട്ടുള്ള ഒരു റിസോഴ്സായി അവർ ഉപയോഗിച്ചിരിക്കുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷങ്ങളാണ്. മറ്റ് 3 സുവിശേഷങ്ങൾ ഉള്ളപ്പോൾ തന്നെ ലൂക്കോസിൻ്റെ സുവിശേഷം അതിൽ നിന്ന് വ്യത്യസ്തമാകുന്നതിൻ്റെ കാരണം അതിനകത്ത് അതിൻ്റെ 1-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ലൂക്കോസ് ഈ പുസ്തകം എഴുതുമ്പോൾ വളരെ കൃത്യമായിട്ട് വിവരങ്ങൾ ശേഖരിച്ചിരിക്കുന്നു, അതിനെ അപഗ്രഥിച്ചിരിക്കുന്നു, അതിനെ മനസ്സിലാക്കിയിരിക്കുന്നു, രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് കാണാൻ കഴിയുന്നു. അതവിടെ അങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ലൂക്കോസ്, ഞാൻ നേരത്തെ ഓർപ്പിച്ചല്ലോ കൂട്ടുകാരെ, ലൂക്കോസ് യേശുവിന് ശിഷ്യനല്ലായിരുന്നു. പിന്നെ എവിടെ നിന്നാണ് ഈ അറിവുകൾ കിട്ടിയത്? അപ്പോസ്തലനായ പൗലോസിൽ നിന്നാണ് കൂടുതൽ അറിവുകൾ കിട്ടിയത്. അപ്പോസ്തലനായ പൗലോസ് യേശുവിൻ്റെ ശിഷ്യനായിരുന്നോ? അല്ല. അപ്പോൾ പൗലോസിന് യേശുവിൻ്റെ ശിഷ്യന്മാരുമായിട്ട് സഹവസിച്ചവരാണ്, അല്ലെങ്കിൽ യേശുവിൻ്റെ അപ്പോസ്തലന്മാരുമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് പൗലോസ്. ആ പൗലോസിൻ്റെ സഹ
പ്രവർത്തകൻ അല്ലെങ്കിൽ സഹവാസിയായിരുന്നു ഈ ലൂക്കോസ്. അപ്പോൾ പൗലൂസിൽ നിന്ന് കേട്ടതും വീണ്ടും യേശുവിൻ്റെ ശിഷ്യന്മാരിൽ നിന്ന് കേട്ടതും യെരുശലേമിൽ നിന്ന് യേശുവിൻ്റെ സമകാലികരായിരുന്ന ആൾക്കാർ കേൾക്കുകയും കാണുകയും ചെയ്ത കാര്യങ്ങളിൽ നിന്ന് അറിഞ്ഞതുമായിട്ടുള്ള എല്ലാ വിഷയങ്ങളെയും കേട്ട് മനസ്സിലാക്കി അത് നന്നായി അപഗ്രഥിച്ചതിന് ശേഷം അത് ശരിയെന്ന് നന്നായി ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് ലൂക്കോസ് ഈ പുസ്തകം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മറ്റു സുവിശേഷങ്ങളിൽ നിന്ന് ഈ ഒരു സുവിശേഷ ഭാഗം അല്ലെങ്കിൽ സുവിശേഷം വ്യത്യസ്തമായിരിക്കുന്നത്. ഇതിലെ ഏറ്റവും പ്രസക്തമായൊരു വാക്യമുണ്ട്. അറിയാമോ ആർക്കെങ്കിലും? നമുക്കെല്ലാവർക്കും അറിയുന്ന വാക്യമാണ്. ഇതിൻ്റെ കീ വേഴ്സ് എന്ന് അല്ലെങ്കിൽ താക്കോൽ വാക്യം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയുന്നതാണ്. ഒരു ക്ലൂ ഞാൻ തരാം. സക്കായിയുടെ ജീവിതവുമായിട്ട് അല്ലെങ്കിൽ സക്കായിയുടെ ഇൻസിഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ടൊരു വാക്യമാണ്. സക്കായിയുടെ വീട്ടിലേക്ക് പോകുന്ന സംഭവമൊക്കെ നമുക്കറിയാം, ലൂക്കോസ് സുവിശേഷത്തിലുണ്ടത്. അതുമായി ബന്ധപ്പെട്ടൊരു വാക്യമാണ്. ചില കൂട്ടുകാർക്ക് ഓർമ്മ വന്നു. അപ്പോൾ ലൂക്കോസ് 19-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം, ഇവനും അബ്രഹാമിൻ്റെ മകനാകയാൽ ഇന്ന് ഈ വീട്ടിൻ്റെ രക്ഷ വന്നിരിക്കുന്നു. അതാണോ വാക്യം? അല്ല. പിന്നെ കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. അപ്പോൾ അതാണ് ഈ അധ്യായത്തിൽ അല്ലെങ്കിൽ ഈ പുസ്തകത്തിലെ പ്രധാനപ്പെട്ടൊരു വാക്യം ആയി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ യേശു ഈ ഭൂമിയിൽ വന്നത് കാണാതെ പോയതിനെ കണ്ടെത്തി അതിനെ രക്ഷിപ്പാൻ വേണ്ടിയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല ഈ ഒരു പുസ്തകത്തിലൂടെ എഴുത്തുകാരനായ ലൂക്കോസ് താല്പര്യപ്പെടുന്നൊരു കാര്യമുണ്ട്. യേശുവിൻ്റെ പൂർണ്ണതയുള്ള സമ്പൂർണമായ മനുഷ്യത്വത്തെ, ഇംഗ്ലീഷിൽ പെർഫെക്റ്റ് ഹ്യൂമാനിറ്റി എന്ന് പറയുന്നത്, അതിനെ വ്യക്തമാക്കുന്ന തരത്തിലാണ് ഈ സുവിശേഷ ഭാഗം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വളരെ പ്രയോജനകരമായ അല്ലെങ്കിൽ നമുക്ക് അനുഗ്രഹീതമായ ഒരു പുസ്തകമാണ് ലൂക്കോസിൻ്റെ സുവിശേഷം. ഈ പുസ്തകം ആർക്ക് വേണ്ടിയാണ് എഴുതിയതെന്ന് നിങ്ങൾക്കറിയാമോ? ഓരോ പുസ്തകം പ്രത്യേകമായി ചില വ്യക്തികൾക്ക് വേണ്ടിയോ ചില സഭകൾക്ക് വേണ്ടി ചില സ്ഥലത്തുള്ളവർക്ക് വേണ്ടിയൊക്കെ എഴുതിയിട്ടുള്ളതാണ്. ഈ പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, ഈ സുവിശേഷം തുടങ്ങുമ്പോൾ തന്നെ ശ്രീമാനായ തിയോഫിലോസെ എന്നുള്ള അഭിസംബോധന കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ചിലർ പറയുന്നുണ്ട് ഇതൊരു വ്യക്തിയല്ല. എന്നാൽ കൃത്യമായൊരു ധാരണ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ പുസ്തകം ഒരു വ്യക്തിക്കാണ് എഴുതിയിരിക്കുന്നതെന്നും, തിയോഫിലോസ് എന്ന പേരുള്ള വ്യക്തിക്കാണ് എഴുതിയിരിക്കുന്നതെന്നും, അദ്ദേഹം റോമൻ ഗവൺമെൻറ്റിൻ്റെ ഒരു ഒഫീഷ്യലായിരുന്നു അല്ലെങ്കിൽ ഒരു ഔദ്യോഗിക പദവിയിലുള്ള ഒരു മനുഷ്യനാണെന്ന് ചിന്തിക്കുന്നു. അതുകൊണ്ടാണ് ലൂക്കോസ് ശ്രീമാനായ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ മോസ്റ്റ് എക്സലൻറ്റ് എന്ന വേർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം ശ്രീമാനായ എന്നൊരു പദവി കൊണ്ട് ഒരാളെ അഭിസംബോധന ചെയ്യുന്നെങ്കിൽ അന്നത്തെ കാലത്ത് ഭരണവുമായി ബന്ധപ്പെട്ടൊരു വ്യക്തിയാണെന്നാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത് തിയോഫിലസ് എന്ന് പറയുന്ന റോമൻ ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യലായ വ്യക്തിക്ക് വേണ്ടി ആയിരിക്കും ലൂക്കോസ് ഈ സുവിശേഷ ഭാഗങ്ങൾ എഴുതിയിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടല്ലോ അല്ലേ? നിങ്ങൾ നോട്ട് ചെയ്യുന്നുണ്ടല്ലോ. 24 അധ്യായങ്ങളും 1151 വാക്യങ്ങളും അടങ്ങുന്ന ലൂക്കോസ് സുവിശേഷം അപ്പോസ്തലനായ പൗലോസിൻ്റെ സന്തത സഹചാരിയായ വൈദ്യനായ ലൂക്കോസാണ് എഴുതിയത്. അത് ഏകദേശം 70-നും 85-നും ഇടയിലുള്ള കാലഘട്ടത്തിൽ എഴുതപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്നു. യേശുവിൻ്റെ സമ്പൂർണമായ മനുഷ്യത്വത്തെ വെളിവാക്കുന്ന അല്ലെങ്കിൽ രേഖപ്പെടുത്തുന്ന ഒരു പുസ്തകമാണ്. തിയോഫിലോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടിയാണ് ഇത് എഴുതിയതെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ കൂട്ടുകാർ ഇതെല്ലാം രേഖപ്പെടുത്തുന്നുണ്ട്, പഠിക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ തീർച്ചയായും നമുക്ക് അടുത്ത പുസ്തകത്തിലേക്കൊന്ന് പോയാലോ? ഏതാണ് അടുത്ത പുസ്തകം? അതെ, ജോൺ ഗോസ്പൽ അല്ലേ, യോഹന്നാൻ്റെ സുവിശേഷം. അപ്പോൾ എത്രാമത്തെ സുവിശേഷമാണ്? 4-ാമത്തെ സുവിശേഷമാണ്. എത്ര സുവിശേഷങ്ങളുണ്ട്? 4 സുവിശേഷങ്ങൾ. അപ്പോൾ പുതിയ നിയമത്തിലെ 4-ാമത്തെ പുസ്തകവും 4-ാമത്തെ സുവിശേഷവുമായ യോഹന്നാൻ്റെ സുവിശേഷത്തിലേക്കാണ് നമ്മളടുത്ത് കടന്നു വരുന്നത്. യേശുവിൻ്റെ പ്രിയ ശിഷ്യനായ യോഹന്നാനാണ് ഈ സുവിശേഷം എഴുതിയിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. യേശുവുമായുള്ള ബന്ധത്തിൽ വളരെ പ്രധാനമുള്ള ഒരു സുവിശേഷം തന്നെയാണ് ഇതും. യേശുവിനെ വ്യത്യസ്തമായ നിലകളിൽ യേശുവിനെ അവൻ ദൈവപുത്രനാണെന്നും ദൈവത്തിന് തുല്യനാണെന്നും ദൈവമാണെന്നും ബോധിപ്പിക്കുന്ന അല്ലെങ്കിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു സുവിശേഷമാണ് യോഹന്നാൻ സുവിശേഷം. അതിനുവേണ്ടി പ്രത്യേകിച്ച്
ഞാനാകുന്നു എന്ന് തുടങ്ങുന്ന, അല്ലെങ്കിൽ ഞാൻ എന്ന് തുടങ്ങുന്ന 7 ഉദ്ധരണികൾ, ഇംഗ്ലീഷിൽ ഐ ആം സെയിങ്സ് എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള 7 കാര്യങ്ങൾ ഈ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. ചിലത് നിങ്ങൾക്കറിയാമായിരിക്കും. ഞാൻ ആടുകളുടെ വാതിലാകുന്നു, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു, അങ്ങനെ തുടങ്ങിയുള്ള 7 കാര്യങ്ങൾ അവിടെ പറയുന്നു. അപ്പോൾ അതിൻ്റെ ഇംഗ്ലീഷിൽ നാം പരിശോധിക്കുമ്പോൾ അതിൻ്റെ കൂടുതൽ ആശയം നമുക്ക് മനസ്സിലാക്കാം. എന്തെന്നറിയാമോ? അവിടെ പറഞ്ഞിരിക്കുന്നത് ഐ ആം എ ഡോർ എന്നല്ല, ഐ ആം എ ബ്രെഡ് ഓഫ് ലൈഫ് എന്നല്ല, പകരം ഐ ആം ദി ബ്രെഡ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ ആം എ എന്ന് പറയുമ്പോൾ അതിൻ്റെ വ്യത്യാസം എന്താണ്? ഞാൻ കുറേ വഴികൾ, വാതിലുകൾ ഉള്ളതിൽ ഞാൻ ഒരു വാതിലാണ്. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഐ ആം ദി എന്ന് പറഞ്ഞാൽ ഞാൻ മാത്രമാണ്. അങ്ങനെ യേശു മാത്രമാണ് എന്ന് പറയുന്ന 7 കാര്യങ്ങൾ പ്രധാനമർഹിക്കുന്ന കാര്യങ്ങളാണ് അതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നു. അങ്ങനെ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു പുസ്തകമാണ് യോഹന്നാൻ്റെ സുവിശേഷം. ഇത് ഏകദേശം AD 90കളിൽ എഴുതപ്പെട്ട ഒരു സുവിശേഷമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. AD 90കളിൽ. അപ്പോൾ തീർച്ചയായും യേശുവിൻ്റെ പ്രിയ ശിഷ്യനായ യോഹന്നാൻ ഇത് എഴുതിയത് കൊണ്ട് തന്നെ യേശുവിൻ്റെ ജീവചരിത്രങ്ങൾ മറ്റേ ആരും പറഞ്ഞു കൊടുക്കേണ്ടുന്ന കാര്യമില്ല. യോഹന്നാൻ കണ്ടും കേട്ടും മനസ്സിലാക്കിയ, അനുഭവിച്ചറിഞ്ഞ കാര്യങ്ങളാണ് ഈ പുസ്തകത്തിൽ കൂടുതലായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഈ തീർച്ചയായും എല്ലാവർക്കും ഒരുപോലെ അറിയാവുന്നൊരു കാര്യമാണ് ഈ പുസ്തകത്തിലെ കീവേഴ്സ് അല്ലെങ്കിൽ താക്കോൽ വാക്യം ഏതാണ്? അതെ, ജോൺ 3:16, യോഹന്നാൻ 3:16. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അപ്പോൾ തീർച്ചയായും ഒരു രക്ഷയെക്കുറിച്ചുള്ള ഒരു സന്ദേശം കൂടെ പകരുന്ന ലൂക്കോസ് സുവിശേഷവുമായിട്ട് ബന്ധമുള്ള ഒരു സുവിശേഷമായിട്ട് നമുക്കിത് കാണാൻ കഴിയുന്നുണ്ട്. ഇതിൻ്റെ 1-ാം അധ്യായം വളരെ പ്രധാനമുള്ളതാണ്. കാരണം യേശു ആരാണ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പുസ്തകമാണ്. നമുക്കറിയാം, ആ വാക്യങ്ങളൊക്കെ അറിയാം അല്ലേ? വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞ് നമ്മുടെ ഇടയിൽ പാർത്തു. അങ്ങനെ തുടങ്ങി യേശു ദൈവമായിരുന്നുവെന്നും ദൈവമാണ് ഭൂമിയിലേക്ക് അവതരിച്ചതെന്നും ഒക്കെ അവിടെ രേഖപ്പെടുത്തുന്ന, വളരെ വളരെ ശക്തമായി യേശു ദൈവപുത്രനാണെന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു പുസ്തകം കൂടെയാണ് ഈ പുസ്തകം. ഇനി സ്നേഹത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ വളരെ ആഴമായി പറയുന്നൊരു പുസ്തകമാണ്. സ്നേഹിതന്മാർക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നതിലും അധികം സ്നേഹമാർക്കുമില്ല. അത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതൊക്കെ 10-ാം അധ്യായത്തിലും 11-ാം അധ്യായത്തിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്. അതുപോലെ നല്ല ഇടയനാണ്, ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. അങ്ങനെ തുടങ്ങി ഒരുപാട് നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രധാനമർഹിക്കുന്ന കാര്യങ്ങൾ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. ഇനി ഈ പുസ്തകത്തിൽ എത്ര അധ്യായങ്ങളാണുള്ളത്? 21 അധ്യായങ്ങളുണ്ട്, 879 വാക്യങ്ങളുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊന്നും നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ ഈ ഒരു പുസ്തകം തീർച്ചയായും, അല്ലെങ്കിൽ ഈ ഒരു സുവിശേഷം നമുക്ക് തരുന്ന കുറേ പ്രോമിസസ് ഉണ്ട്. അതുപോലെ നമ്മളെ സ്ട്രെങ്തൻ ചെയ്യുന്ന വേഴ്സസ് ഉണ്ട്. അപ്പം അങ്ങനെ ഒരു പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് യോഹന്നാൻ്റെ സുവിശേഷം. അപ്പോൾ ഞാനിനി ചില ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കാൻ പോകുകയാണ്. ചോദ്യങ്ങളെന്ന് കേട്ടപ്പോഴേ ചിലരൊക്കെ വലിയുന്നുണ്ട്. പക്ഷേ പേടിക്കണ്ട, ഈ ചോദ്യങ്ങളൊന്നും നിങ്ങളെ കുഴപ്പിക്കാനല്ല, നിങ്ങൾ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയാണ്. യോഹന്നാൻ സുവിശേഷത്തിൽ യേശു ആരായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? ദൈവത്തിൻ്റെ പുത്രൻ, സൺ ഓഫ് ഗോഡ്, ദൈവപുത്രനായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ലൂക്കോസ് സുവിശേഷത്തിൻ്റെ കീവേഴ്സ് ഏതാണ്? ലൂക്കോസ് 19:10. അപ്പോൾ നമുക്ക് ഇന്ന് 2 വാക്യങ്ങൾ ഞാൻ നിങ്ങളോട് പഠിക്കാൻ പറയുന്നു. കാര്യം എന്നാണെന്നറിയാം, കുറേ കൂട്ടുകാർക്ക്, ഏറെക്കുറെ എല്ലാവർക്കും ഈ 2 വാക്യം കാണാപ്പാടമാണ്. എങ്കിലും ഈ 2 വാക്യങ്ങൾ നിങ്ങളൊന്ന് പഠിക്കണം. ലൂക്കോസ് 19:10, യോഹന്നാൻ 3:16. ഇതെല്ലാം ഒന്ന് രേഖപ്പെടുത്തി വെക്കുക, നോട്ട് ചെയ്ത് വെക്കുക, പഠിക്കുക. ഇനി ഒരു കാര്യം കൂടി പറയാം, വേഗത്തിൽ ശ്രദ്ധിക്കണം. നമ്മളിത് പഠിക്കുമ്പോൾ, ഈ പുസ്തകങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന, നമ്മളെന്തിനാ ഇതൊക്കെ പഠിക്കുന്നത്? നമ്മളെന്തിനാ ഇതൊക്കെ വായിക്കുന്നത്? ഈ പുസ്തകങ്ങളൊക്കെ പഠിക്കുന്നുണ്ട് നമുക്ക് എന്ത് നേട്ടമാണ് എന്ന് നിങ്ങളാരും ചിന്തിക്കുന്നുണ്ടോ? എനിക്കറിയാം ചിലരൊക്കെ ചിന്തിക്കാറുണ്ട്. ചിലരൊക്കെ സൺഡേ സ്കൂളിൽ തന്നെ പങ്കെടുക്കുന്നത്
പപ്പയും മമ്മിയും അടി തരുമെന്ന് പേടിച്ചും നിർബന്ധിക്കുന്നത് കൊണ്ടും അവർ വഴക്ക് പറയാതിരിക്കാനൊക്കെയാണ്. നോ, അങ്ങനെ ആരും സൺഡേ സ്കൂളിൽ പങ്കെടുക്കരുത്. നമ്മൾ പഠിക്കുന്നത് ദൈവവചനമാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും വളരെ താല്പര്യത്തോടെയാണ് നമ്മളിതിൽ പങ്കെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ ഓരോ ദിവസവും പഠിക്കുന്ന, ഓരോ ക്ലാസ്സുകളിലും പഠിക്കുന്ന കാര്യങ്ങൾക്ക് നമ്മുടെ ജീവിതമായിട്ട് ഒരുപാട് ബന്ധമുണ്ട്. നമുക്ക് രക്ഷ നൽകുന്ന, നമ്മളെ ദൈവത്തിൻ്റെ പൈതലാക്കി മാറ്റുന്നത് ഈ വചനമാണ്. യോഹന്നാൻ സുവിശേഷത്തിൽ എന്താണ് പറയുന്നത്? അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നത്? അവനെ കൈക്കൊള്ളുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് ഈ വചനമാണ്. അപ്പോൾ തീർച്ചയായും നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഹൃദയത്തിൽ ഇതുണ്ടാകണം. നമ്മൾ എഴുതി വെക്കുമ്പോൾ അത് നമ്മുടെ മനസ്സിലുണ്ടാകണം, അത് നമ്മുടെ ബുക്കിലുണ്ടാകണം. വീണ്ടും വീണ്ടും നമുക്കത് പഠിക്കാൻ കഴിയണം. അപ്പോൾ ബൈബിളിലെ പുതിയ നിയമത്തിലെ 4 സുവിശേഷങ്ങൾ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഒന്ന് പറയാൻ പറ്റുമോ? മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. അപ്പോൾ നിങ്ങൾക്കൊരു ടെസ്റ്റ് നടത്താനുള്ള സമയമൊക്കെ ആയി. പക്ഷേ ഓൺലൈൻ സൺഡേ സ്കൂളിൽ പരീക്ഷ നടത്തുന്ന സിസ്റ്റം ഇല്ലാത്തത് കൊണ്ട് പരീക്ഷയൊന്നുമില്ല. പക്ഷേ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ. നമുക്കൊരുമിച്ച് കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് ഇന്ന് നമുക്ക് സൺഡേ സ്കൂൾ അവസാനിപ്പിക്കാമോ? കണ്ണുകളടച്ചാട്ടെ, പ്രാർത്ഥിക്കുന്നു. യേശുപ്പച്ച, ഇന്നത്തെ നല്ല ദിവസത്തിനായി നന്ദി പറയുന്നു. ഒരു ദിവസം കൂടി സൺഡേ സ്കൂളായി കടന്നു വരാൻ നൽകിയല്ലോ. ഇന്ന് കടന്നു വന്ന എല്ലാ കുഞ്ഞുങ്ങൾ, വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കർത്താവ് ഈ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്ന എല്ലാ കുഞ്ഞുങ്ങളും ഞങ്ങൾ ഓർക്കുന്നവരെ അനുഗ്രഹിക്കണമേ. ഈ പാഠങ്ങൾ അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമാക്കി തീർക്കണമേ. ഇന്ന് പഠിച്ചത് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുന്നതിനായി നന്ദി. കർത്താവേ, സാക്ഷാൽ ദൈവപുത്രനായ അങ്ങേ വരച്ചു കാട്ടിയിരിക്കുന്ന ഈ സുവിശേഷ ഭാഗങ്ങൾ ഞങ്ങൾ പഠിക്കുമ്പോൾ, അതിനെക്കുറിച്ച് ആധികാരികമായി മനസ്സിലാക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹമാക്കി തീർക്കണമേ. ലോകരക്ഷകനായി ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് വന്നത്, അങ്ങ് ദൈവമായിരിക്കുമ്പോൾ തന്നെ ഈ ഭൂമിയിൽ ജഡ അവതാരത്തിൽ മനുഷ്യനായി ജനിച്ചതൊക്കെ ഞങ്ങൾക്ക് ഇന്ന് മനസ്സിലാക്കുവാൻ ഇടയാക്കി തീർന്നല്ലോ. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി നൽകുന്ന രക്ഷയ്ക്കായി നന്ദി പറയുന്നു. അങ്ങിൽ വിശ്വസിക്കുന്നതോടെ ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ മക്കളായി തീരുവാൻ ലഭിച്ച ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ കുഞ്ഞുങ്ങളെയൊക്കെ ദൈവം അനുഗ്രഹിക്കണമേ. കർത്താവിൻ്റെ കൃപയെ ഞങ്ങളെ പൊതിയണമേ. ഞങ്ങൾ പിരിയുന്നു. അടുത്ത ആഴ്ച കാണുന്നവരെയും കാത്തു സൂക്ഷിക്കണം. യേശുവിൻ നാമത്തിൽ ആമേൻ. അപ്പോൾ ഓക്കെ കൂട്ടുകാരെ, തീർച്ചയായും ഈ സൺഡേ സ്കൂൾ ക്ലാസ്സുകൾ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ. വീണ്ടും അടുത്ത ആഴ്ചയിൽ നമുക്ക് കർത്താവ് അനുവദിച്ചാൽ വീണ്ടും കണ്ടുമുട്ടാം. സൺഡേ സ്കൂളിൻ്റെ അടുത്ത പാഠങ്ങളിലേക്കൊക്കെ കടന്നു പോകാം. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഈ സൺഡേ സ്കൂളിനെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഈ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. ദൈവം നിങ്ങൾ ധാരാളം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.